നമസ്കാരം. ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം കഴിഞ്ഞ കുറച്ചു നാളു മുന്നേ വരെ ഏകാധിപത്യ ഭരണം കൈയാളിയിരുന്നവരാണ് ഗാന്ധി കുടുംബമെന്ന് അവകാശപ്പെടുന്ന നെഹ്റുവിന്റെ കൈവഴികൾ. അത് ഇന്ദിരാഗാന്ധിയിലും രാജീവ് ഗാന്ധിയിലും സഞ്ജയ് ഗാന്ധിയിലും ഒടുവിൽ സോണിയാഗാന്ധി വഴി രാഹുൽ ഗാന്ധിയിൽ വരെ വന്നെത്തി നിൽക്കുന്നു. തങ്ങൾക്കുമേൽ ഇനിയൊരാൾ ഉയർന്നു വരാനില്ല എന്ന തോന്നൽ കൊണ്ടാകാം ഇന്ത്യയുടെ കുത്തക അവകാശികളായി അവർ തുടർന്നത്. എന്നാൽ മോദി അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യൻ മണ്ണ് കണ്ടത് അതുവരെ കണ്ടിട്ടില്ലാത്ത കരുത്തുറ്റ ഭരണത്തിന്റെ നാൾവഴികളായിരുന്നു എന്ന് വേണം പറയാൻ. എളുപ്പമായിരുന്നില്ല ഇന്ത്യയെ ഇന്നത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിച്ച മോദിയുടെ പരിശ്രമങ്ങൾ. തകർന്നു നാമാവശേഷമായിരുന്ന ഒരു വിത്ത് പോലും മുളയ്ക്കാത്ത തരത്തിൽ കോൺഗ്രസ് ഭരണത്തിന്റെ കഴിഞ്ഞ നാളുകൾ തരിശുഭൂമിയാക്കി മാറ്റിയ ഇന്ത്യയിൽ വികസനത്തിന്റെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്തത് കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും അതേ കൈകളിൽ ഇന്ത്യൻ ജനത വിശ്വാസമർപ്പിച്ചത്. ഒടുവിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തികളുടെ പട്ടികയിൽ മോദി തന്റെ സിംഹാസനം ഉറപ്പിക്കുകയാണ്. ഇനി ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം തന്റെ സ്ഥാനം രണ്ടാമത്തെ കസേരയിലേക്ക് ഉറപ്പിക്കുമ്പോൾ ഒന്നിലേക്കുള്ള പടവുകൾ കുറഞ്ഞു വരികയാണ് എന്നതാണ് മറ്റൊരു വാസ്തവം. തുടർച്ചയായി കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന വിശേഷണത്തിന് അർഹനായി മാറിയിരിക്കുകയാണ് നരേന്ദ്രമോദി. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള റെക്കോർഡാണ് മോദി തിരുത്തിയത്. ഇതോടെ ഒറ്റയടിക്ക് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി. 1966 ജനുവരി മുതൽ 1977 മാർച്ച് വരെയുള്ള ഇന്ദിരാഗാന്ധിയുടെ തുടർച്ചയായ 4077 ദിവസത്തെ ഭരണകാലത്തെ മറികടന്ന് ഇന്ന്, അതായത് 2025 ജൂലൈ 25-ന് പ്രധാനമന്ത്രി മോദി 4078 ദിവസം അധികാരത്തിൽ പൂർത്തിയാക്കി. ഈ നേട്ടം പ്രധാനമന്ത്രി മോദിയുടെ രാഷ്ട്രീയ യാത്രയിലെ ചരിത്രപരമായ അധ്യായത്തെ അടയാളപ്പെടുത്തുന്നു. 2001-ൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ആരംഭിച്ച പ്രധാനമന്ത്രി മോദി ഇപ്പോൾ 24 വർഷത്തോളം സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നയിച്ചു വരുന്നു. മറ്റേതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുമില്ലാത്ത സമാനതകളില്ലാത്ത നേട്ടമാണിത്. നിലവിൽ യുണൈറ്റഡ് കിങ്ഡം മാലിദ്വീപ് സന്ദർശനത്തിലുള്ള നരേന്ദ്രമോദി 1947-ൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജനിച്ച ആദ്യത്തേതും ഏകവുമായ പ്രധാനമന്ത്രി കൂടിയാണ്. ഹിന്ദി ഇതര സംസാരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിക്കുന്ന പ്രധാനമന്ത്രിയും മോദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും കുറഞ്ഞത് 2 കാലാവധി പൂർത്തിയാക്കിയ ആദ്യത്തെ കോൺഗ്രസ് ഇതര നേതാവുമാണ് അദ്ദേഹം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിക്കു ശേഷം ഭൂരിപക്ഷത്തോടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രധാനമന്ത്രിയും കൂടിയായി മോദി. തുടർച്ചയായ 3 ദേശീയ തിരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് തന്റെ പാർട്ടിയെ നയിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡിൽ ഉൾപ്പെടുന്നതിന് മുൻപ് ജവഹർലാൽ നെഹ്റു മാത്രമാണ് ഈ നേട്ടം കൈവരിച്ചത്. മുഖ്യമന്ത്രിയായിരിക്കെ പ്രധാനമന്ത്രി മോദി തന്റെ പാർട്ടിയുടെ മുഖമായി തുടർച്ചയായി 6 തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. ഗുജറാത്തിൽ 3, ദേശീയ തലത്തിൽ 3 എന്നിങ്ങനെ. ഇന്ത്യയുടെ ഭരണകാലഘട്ടത്തെ മോദിക്ക് മുൻപും മോദിക്ക് ശേഷവും എന്ന് തിരുത്തി എഴുതേണ്ട തരത്തിൽ ഇന്ത്യ മോദി ഭരണത്തിൽ നേടിയ നേട്ടങ്ങളുടെ പട്ടിക കാലം കുറിച്ചുവെക്കുമെന്ന് പറയാതെ വയ്യ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച